സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിലുള്ള പ്രായോഗിക മലയാളം എന്ന കോമൺ പേപ്പറിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള എഴുത്തിലെ രണ്ടാമത്തെ പാഠമാണ് ഭാഷയെപ്പറ്റി ചില ചിന്തകൾ എന്നുള്ളത്. ആ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ യൂണിറ്റിനെയും പ്രായോഗിക മലയാളം എന്ന വിഷയത്തിലെ എല്ലാ പാഠങ്ങളുടെയും ഷോർട്ട് നോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ള ലേഖകനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് എസ് ഗുപ്തൻ നായരാണ്. നമ്മളെപ്പോഴും എല്ലാ പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഉപന്യാസം തയ്യാറാക്കാനോ അല്ലെങ്കിൽ വിവരണം തയ്യാറാക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 10 മാർക്കിൻ്റെയോ 15 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ആ ഒരു ലേഖകനെ കുറിച്ച് എഴുതിയിരിക്കണം. ഫസ്റ്റായിട്ട് ലേഖകനെ കുറിച്ച് എഴുതിയിരിക്കണം. ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളുടെ എല്ലാ പാഠഭാഗത്തിലും ലേഖകനെ കുറിച്ച് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എസ് ഗുപ്തൻ നായരെ കുറിച്ചാണ് പറയുന്നത്. പ്രശസ്ത നിരൂപകനും പിന്നീട് അദ്ദേഹം അധ്യാപകനാണ്, അതുപോലെ തന്നെ പ്രഭാഷകനാണ്. ഈ മേഖലയിലെല്ലാം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എസ് ഗുപ്തൻ നായർ. അദ്ദേഹം കൂടാതെ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായ മൂല്യബോധവും സൗമ്യമായ ശൈലിയും പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. സ്വതസമർത്ഥമായ രസം ഇസങ്ങൾക്കും അപ്പുറമാണെന്ന് അദ്ദേഹം വിശ്വസിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്പഷ്ടമായ പ്രതിപാദന ശൈലി കൊണ്ട് സുഗ്രഹ്യമായ നിരൂപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ എല്ലാ നിരൂപണങ്ങളും വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ശൈലിയോട് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി വളരെ സ്പഷ്ടമായിട്ടാണ് അദ്ദേഹം ഓരോ നിരൂപണങ്ങളും എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. വ്യക്തവും ലളിതവുമായ ഭാഷയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഗുപ്തൻ നായർക്ക് പ്രത്യേക പാഠവും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഉപന്യാസമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുന്ന സമയത്ത് ഗുപ്തൻ നായർ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ആ ലേഖകനെ നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്തായാലും ആ ഒരു ലേഖകൻ്റെ 1 or 2 കൃതികളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. നമ്മൾ എസ് ഗുപ്തൻ നായരുടെ കൃതികളാണ് ഇനി പറയാൻ പോകുന്നത്. ആധുനിക സാഹിത്യം, ക്രാന്തദർശിനികൾ, ഗദ്യം പിന്നിട്ട വഴികൾ, ഇസങ്ങൾക്കപ്പുറം, തിരയും ചുഴിയും, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൃതികളായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ ഗദ്യം എഴുത്തുകാരൻ്റെയും രചനയ്ക്ക് ചില മുദ്രകളുണ്ട്. ആ മുദ്രകളാണ് ശൈലി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ശൈലിക്ക് രീതി എന്നും പറയുന്നുണ്ട്. വൈദർഭി, പാഞ്ചാലി, ഗൗഡി എന്നിങ്ങനെ സംസ്കൃതത്തിൽ ദേശനാമ സംഘടിതമായ രീതിക്ക് പേര് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. സംസ്കൃതത്തിൽ ശൈലിക്ക് പറയുന്ന അല്ലെങ്കിൽ രീതിക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണത്? വൈദർഭി, പാഞ്ചാലി, ഗൗഡി എന്നിങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. AR ശൈലികളെ കർക്കശം, കോമളം, സരസം, ശുഷ്കം, ശാലീനം, ദീപം എന്നിങ്ങനെ ശൈലിയെ വിഭജിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ AR ശൈലികളെ എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിന് ഉത്തരം വരുന്നത് കർക്കശം, കോമളം, സരസം, ശുഷ്കം, ശാലീനം, ദീപം എന്നിങ്ങനെയാണ്. ലേഖകനിവിടെ വാക്കുകളെ നാണയങ്ങളുമായിട്ടാണ് ഉപമിച്ചാണ് ഇനി പറയുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ നാണയമായിട്ട് ഉപമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില വാക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നാണയങ്ങൾ എന്ന് പറയുന്നത് കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് ചില നാണയങ്ങൾ അപ്രത്യക്ഷമാകാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ നാണയങ്ങൾ വരികയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഭാഷയിലും വരുന്നത്. ഭാഷയിലെ വാക്കുകളും അങ്ങനെ തന്നെയാണ്. കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കാതെ അത് അപ്രത്യക്ഷമാകുന്നു. പിന്നെ ശൈലിയുടെ ഭാഗമായിട്ട് പുതിയ പുതിയ വാക്കുകൾ ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം നാണയവുമായിട്ട് വാക്കുകളെ ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ പൈസയേക്കാൾ ചെറിയ നാണയങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗത്തിലുള്ളത്. പല ആളുകളും അങ്ങനെയല്ല, നമ്മളെല്ലാം കൂടുതലായിട്ടും ചെറിയ ചെറിയ നാണയങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസകളാണ് ഉപയോഗിക്കുന്നത്, വലിയ വലിയ എമൗണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് വാക്കുകളും. ചില പദങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു, ചില പദങ്ങൾ തീരെ ഉപയോഗിക്കാതെയും വരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് ആ നാണയത്തിന് മൂല്യം ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് വാക്കുകളും. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് വാക്കിന് മൂല്യമുണ്ടാകുന്നത്. ഉപയോഗിക്കാത്ത വാക്കുകൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്.
ചില വാക്കുകൾ ഉപയോഗിച്ചിട്ട് പുതിയൊരു വാക്കായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ നാണയങ്ങളോട് ഉപമിക്കുന്നത്. എല്ലാ എഴുത്തുകാരും ഒരേ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ആ പദങ്ങളുടെ സംവിധാന ഭംഗിയിൽ ഓരോ ആളും ജനിപ്പിക്കുന്ന പ്രതീതി വ്യത്യസ്തമാണ്. ഒരേ രാഗം തന്നെ ഭിന്ന ഗായകർ പാടുമ്പോൾ ഭിന്നമായ പ്രതീതിയും ലയവും അനുഭവമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഷാശൈലിയും വ്യക്തിത്വത്തിന്റെ പ്രകാശനമാണെന്നാണ് പറയുന്നത്. ഓരോ പാട്ടുകളും പല പല ഗായകന്മാർ പാടുന്ന സമയത്ത് പല അനുഭൂതിയാണ് ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഓരോ വ്യക്തികൾ ചെയ്യുന്നതിൽ ഓരോന്നും അവരുടേതായ ഒരു മാറ്റം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും ഒരേ വാക്കുകളാണ്. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും എഴുതുന്നതിന് വേണ്ടിയിട്ടും ഒരേ വാക്കുകളാണ് എല്ലാവരും, ഒരേ അക്ഷരവും വാക്കുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിത്വത്തിനനുസരിച്ചിട്ട്, ആ എഴുതുന്ന ആളുകൾക്കനുസരിച്ചിട്ട്, അയാളുടെ ഭാവനകൾക്കും അയാളുടെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച് ഈ വാക്കുകളുടെ ഭംഗിയും ആകർഷണീയതയും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗൗരവകാരന്, ഫലിതക്കാരനും ശാസ്ത്രജ്ഞനും നോവൽ എഴുത്തുകാരനും ഒക്കെ വ്യത്യസ്തങ്ങളായ ശൈലിയുണ്ട്. ആള് തന്നെയാണ് ശൈലി എന്ന് പറഞ്ഞത് ബഫൺ ആണ്. ഇവിടെ നമുക്ക് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ആള് തന്നെ ശൈലി എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കാം. ബഫൺ ആണ് അതിന് ഉത്തരം വരുന്നത്. ഒരാളുടെ ശൈലികൾ തന്നെ വ്യത്യസ്തമാകാം. ഉദാഹരണമായി കേരളവർമ്മയുടെ അക്ബറിലെ ശൈലിയല്ല വിജ്ഞാനമഞ്ജരിയിലുള്ളത്. അക്ബറും വിജ്ഞാനമഞ്ജരിയും എഴുതിയിട്ടുള്ള കേരളവർമ്മ ബാലന്മാർക്കായി രചിച്ചിട്ടുള്ള ബാല കഥകളെല്ലാം വ്യത്യസ്തമാണ്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തവും ലളിതവുമാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ പല ശൈലികൾ ഉണ്ടായിരിക്കും. ഒരാൾക്ക് എല്ലാ എഴുത്തിലും ഒരേ ശൈലി ആയിരിക്കില്ല. എഴുത്തിനും ആ കഥയുടെ തീമിനും അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ശൈലി മാറും. അതായത് ബാലകഥകൾ എഴുതുന്ന സമയത്ത് അതിനനുസരിച്ച് കുട്ടികൾക്ക് ഗ്രഹിക്കാവുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നോവലാണെങ്കിൽ അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഒരു ശൈലി ഉണ്ടായിരിക്കും. അപ്പോൾ പല ആളുകൾക്കും പല പലതരം ശൈലികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബഫൺ ഇവിടെ പറയുന്നത് ആള് തന്നെ ശൈലി എന്ന് പറയുന്നത്. ഒരാൾക്ക് തന്നെ പല വിധത്തിലുള്ള ശൈലി ഉണ്ടായിരിക്കും എന്നുള്ളത്. ആ ശൈലി എങ്ങനെയാണ്? ആ കഥയുടെ തീമിനും അല്ലെങ്കിൽ ആ കഥയുടെ ആശയത്തിനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും പല പല ശൈലികൾ ഒരാൾക്ക് തന്നെ വരുന്നത്. കേരളവർമ്മയുടെ രാജകീയ സാഹചര്യവും 19-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസവും രചനാ പരിശീലനവും അദ്ദേഹത്തിന്റെ സംസ്കൃത പ്രചൂരമായ ഗദ്യത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. കേരളവർമ്മ അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം സംസ്കൃതത്തിന്റെ ഒരു കടന്നുവരവ് അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടുണ്ട്. സംസ്കൃത വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണമായിട്ട് വരുന്നത് കേരളവർമ്മയുടെ രാജകീയ സാഹചര്യവും 19-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസവും രചനാ പരിശീലനവുമാണ്. ഇവിടെ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു ഭാഗത്തു നിന്നും. അതായത് കേരളവർമ്മയുടെ ഈ ഒരു സംസ്കൃത പ്രചൂരമായ ഗദ്യത്തിന് കാരണം എന്താണ് എന്നുള്ളതൊരു ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. അതിനുത്തരം വരുന്നത് അദ്ദേഹത്തിന്റെ രാജകീയ സാഹചര്യവും 19-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസ രചനാ പരിശീലനവുമാണ്. ഇവിടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ഉണ്ടായിരിക്കുക കേട്ടോ. വിഷയത്തിന് അനുഗുണമായ പ്രൗഢിയും ശബ്ദ സൗന്ദര്യമില്ലാത്ത കണക്കിലധികം ലളിതമായവും അനൗചിത്യമാകും. ശുഷ്കഗദ്യം ശുഷ്ക പദ്യത്തേക്കാൾ ദുസ്സഹമാണ്. കാരണം പദ്യത്തിന് ഒരു താളമുള്ളപ്പോൾ ഗദ്യത്തിന് അതുപോലുമില്ല. കഠിനമായ കൃതി സരസമല്ല, ലളിതമായ കൃതി ശുഷ്കവുമായി എന്ന് വരാം. ഭഗവദ്ദൂത് നാടകം ലളിതമെങ്കിലും സരസതയില്ല. നളചരിതമാട്ടകഥ കഠിനമെങ്കിലും ശുഷ്കമല്ല. ചമത്കാരം വിഷയത്തിനനുസരിച്ചാണ്. പദ്യത്തിനെന്ന പോലെ ഗദ്യത്തിനും ലയം വേണം. അതുപോലെ തന്നെ പദവക്രതയും ബിംബകൽപ്പനയും ഗദ്യത്തിലും ഉണ്ടാകാം. അവ അധികമായാൽ അരോചകമാണ്. നമ്മൾ ഗദ്യമാണ് എഴുതുന്നതെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ പോരാ. അതിനും പ്രത്യേക താളവും അതുപോലെ വളരെ പദപ്രയോഗവും പദപ്രചൂരവും എല്ലാം ഉണ്ടായിരിക്കണം. എങ്കിലാണ് അത് വായിക്കുമ്പോഴും കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു കാര്യമാണ് ഇവിടെ എല്ലാം പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ചന്തുമേനോൻ, മൂർക്കോത്ത് കുമാരൻ, AR രാജാരാജവർമ്മ, അപ്പൻ തമ്പുരാൻ എന്നിവരുടെ ശൈലി ലളിതവും ചമത്കാരവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്നതിനുള്ള തെളിവാണ്. ഗദ്യം എഴുതുന്ന സമയത്ത് 2 ക്വാളിറ്റിയാണ് അയാൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ശൈലി വേണം, ലാളിത്യവും ചമത്കാരവും വേണം. ലാളിത്യവും ചമത്കാരവും ഉണ്ടാവണം. അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒരാൾ ഗദ്യം എഴുതേണ്ടത്. ഇങ്ങനെ ലാളിത്യവും ചമത്കാരവും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോയിട്ടുള്ള ഗദ്യം എഴുത്തുകാരാണ് ചന്തുമേനോൻ, മൂർക്കോത്ത് കുമാരൻ, AR രാജാരാജവർമ്മ, അപ്പൻ തമ്പുരാൻ. ഇവിടെയും നമുക്ക് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെയാണ് ചോദ്യം വരിക. ലാളിത്യവും ചമത്കാരവും ഒന്നിച്ചു കൊണ്ടുപോയ എഴുത്തുകാർ ആരൊക്കെയാണെന്നാണ് ഗുപ്തൻ നായർ പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യമായിരിക്കും അവിടെ വരുന്നത്. അതിന് ഉത്തരമായിട്ട് വരുന്നത് ചന്തുമേനോന്, മൂർക്കോത്ത് കുമാരൻ,
AR രാജാരാജവർമ്മ, അപ്പൻ തമ്പുരാൻ എന്നിവരാണ്. ലളിതമായി എഴുതുക വളരെ ക്ലേശകരമാണ്. അതിന് വളരെ കാലത്തെ അഭ്യാസം വേണമെന്നാണ് S. ഗുപ്തൻ നായർ പറയുന്നത്. നമ്മൾ ഗദ്യം എഴുതുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ എഴുതാൻ പാടില്ല. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഗദ്യം എഴുതുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്നാൽ ചമത്കാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ കാലത്തെ അഭ്യാസം ഒരാൾക്ക് വേണം. ലാളിത്യ സമ്മിളിതമായ ചമത്കാരത്തിന് ഉദാഹരണമാണ് കാരൂരിന്റെ ശൈലി. കാരൂർ എന്ന എഴുത്തുകാരന്റെ ശൈലിയാണ് ലാളിത്യ സമ്മിളിതമായ ചമത്കാരത്തിന് ഉദാഹരണം. ഇവിടെയും നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരൂരിന്റെ ശൈലി എന്തിനുദാഹരണമാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ലാളിത്യ സമ്മിളിതമായ ചമത്കാരത്തിന് ഉദാഹരണമായിട്ട് ആരെയാണ് ഗുപ്തൻ നായർ പറഞ്ഞിട്ടുള്ളത് എന്നും നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദ്യം വരാം. ഈ 2 രീതിയിലും ഈ ഒരു ഭാഗത്തു നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പുതിയ ഗദ്യം കൂടുതൽ ധാന്യസാന്ദ്രമാകുന്നത്. തനി വക്രോതി ഒഴിവാക്കി അത് ജനഭാഷയോട് കൂടുതൽ അടുക്കുന്നു. ശൈലിക്ക് ജീവൻ നൽകാൻ സാമാന്യ മനുഷ്യരുടെ വ്യവഹാര ഭാഷയിൽ നിന്നും ശൈലികളും പദങ്ങളും സ്വീകരിച്ചേ മതിയാകൂ. ഫൗളർ എന്ന ശൈലീശാസ്ത്രജ്ഞൻ ലാളിത്യവും ആർജവും ഔചിത്യം എന്നീ 3 ഗുണങ്ങൾ നല്ല ശൈലിക്ക് മുൻഗണന നൽകി. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യന് നല്ല ഗദ്യശൈലിക്ക് വേണ്ട മുൻഗണന അല്ലെങ്കിൽ നല്ല ശൈലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഫൗളർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അവിടെ ലാളിത്യം, ആർജവും ഔചിത്യം എന്നുള്ളതാണ്. ഇനി ഇതേ കാര്യം ഒരു നല്ല ശൈലിക്ക് വേണ്ട ഗുണങ്ങൾ സോമർസെറ്റ് മോം എന്ന ശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തെളിമ, ലാളിത്യം, ലയം എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഫൗളർ പറഞ്ഞിട്ടുള്ളതും സോമർസെറ്റ് മോം പറഞ്ഞിട്ടുള്ളതും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. രണ്ടും വ്യത്യാസമുണ്ട്. ഫൗളർ പറഞ്ഞിട്ടുള്ളത് നല്ല ഗദ്യത്തിന് വേണ്ട ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആർജവം, ഔചിത്യം, ലാളിത്യമാണ്. സോമർസെറ്റ് മോം പറഞ്ഞത് തെളിമ, ലാളിത്യം, ലയമാണ്. ഇത് രണ്ടും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അസ്പഷ്ടവും അന്തരാമ്യവുമായ സംഗീത പ്രവാഹമാണ് ലയം എന്ന് പറയുന്നത്. ആ പ്രവാഹം സ്പഷ്ടമോ ശബ്ദയാനമോ ആകരുത്. ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെയും കൃഷ്ണമാരാരുടെയും ഗദ്യലയ വിന്യാസത്തിന് മികച്ച ഉദാഹരണമായിട്ടാണ് ഗുപ്തൻ നായർ പറയുന്നത്. ശൈലി കേവലം പദനിഷ്ഠമല്ല, വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിന്റെ തേൻതുള്ളികൾ ഉറ്റി വീഴണം. നല്ല പെരുമാറ്റം പോലെ നല്ല ശൈലിയും അഭ്യസിച്ചുറപ്പിക്കേണ്ട ഗുണമാണ്. എന്നാൽ അഭ്യസിച്ചതാണെന്ന് തോന്നുകയും അരുത്. ഇങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ശൈലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ്. ശൈലി എന്ന് പറഞ്ഞാൽ ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാ പ്രയോഗ രീതിയാണ് ശൈലി എന്ന് പറയുന്നത്. 2ാമത്തെ ചോദ്യം നോക്കാം. സംസ്കൃതത്തിൽ ശൈലിക്ക് പറയുന്ന പേരെന്ത്? രീതി എന്നാണ് അതിനുത്തരം വരുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്കൃതത്തിലെ ദേശനാമ ഘടിതമായ ശൈലികൾ ഏവയാണ്? വൈദർഭി, പാഞ്ചാലി, ഗൗഡി. ഇതാണ് ഇതിനുത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. AR ശൈലിയെ വിഭജിച്ചതെങ്ങനെ? കർക്കശം, കോമളം, സരസം, ശുഷ്കം, ശാലീനം, ദീപം. വാക്കുകൾ നാണയങ്ങളെ പോലെയാണെന്ന് പറയാൻ കാരണം എന്താണ്? അതിനുത്തരം വരുന്നത് നടപ്പിലിരിക്കുന്ന കാലത്തെ നാണയങ്ങൾക്കും പദങ്ങൾക്കും വിലയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ശൈലിയെയും സംഗീതത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വസ്തുത എന്ത്? അതിനുത്തരം വരുന്നത് ഭിന്നമായ പ്രതീതിയും ലയവും വ്യക്തികൾക്കനുസരിച്ച് മാറുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഒരേ പാട്ട് പല ഗായകർ പാടിയാലും പല അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ശൈലിയെ ബഫൺ നിർവചിച്ചത് എങ്ങനെയാണ്? ആള് തന്നെ ശൈലി എന്നാണ് ബഫൺ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. പുതിയ ഗദ്യം കൂടുതൽ ധ്വനി പ്രധാനമാകുന്നത് എങ്ങനെ? വക്രോതി ഒഴിവാക്കി ജനഭാഷയോട് അടുത്തുകൊണ്ടാണ് ഗദ്യത്തെ കൂടുതൽ ധ്വനി പ്രധാനമാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഫൗളർ ഏത് ഗുണങ്ങൾക്കാണ് ശൈലിയിൽ മുൻഗണന നൽകുന്നത്? ലാളിത്യം, ആർജവം, ഔചിത്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോമർസെറ്റ് മോം പ്രാധാന്യം നൽകുന്ന ശൈലീ ഗുണങ്ങൾ ഏവ? തെളിമ, ലാളിത്യം, ലയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാരൂരിന്റെ ശൈലിയുടെ സവിശേഷത എന്ത്? ലാളിത്യ സമ്മളിതമായ ചമത്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നല്ല ഗദ്യശൈലി എന്തിൽ അടിയുറച്ചിരിക്കുന്നത് എന്ന് MP പോൾ പറയുന്നത്? വാമൊഴിയിലാണ് നല്ല ഗദ്യശൈലി അടിയുറച്ചു നിൽക്കേണ്ടത്.